ഇതുപോലെ നിവർത്തിയ കുട കെട്ടിയിറക്കി കിണറിൻ്റെ താഴേക്കും മുകളിലേക്കും വലിക്കുന്ന സമയത്ത് ശുദ്ധമായ വായു ലഭ്യമാകുന്നതാണ്. അത് കൂടാതെ തന്നെ ബക്കറ്റോ തൊട്ടിയോ കിണറിൻ്റെ മുകളിലേക്കും താഴേക്ക് കയറുപയോഗിച്ച് വലിച്ചു കയറ്റുന്ന സമയത്ത് അടിയിൽ നിന്ന് മുകളിലേക്കുള്ള ശുദ്ധമായ വായുവിൻ്റെ ലഭ്യത നമുക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ശീലമനുസരിച്ചിട്ട് നമ്മുടെ എല്ലാ വീടുകളിലും വീടിനോട് അനുബന്ധിച്ച് കാണുന്നൊരു സംഭവമാണ് കിണറെന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 90% വീടുകളിലും നമ്മുടെ കിണറുണ്ടായിരിക്കും. പക്ഷേ കിണറുമായി ബന്ധപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ കിണർ ഏകദേശം 6 മാസത്തിലൊരിക്കൽ കിണർ ക്ലീൻ ചെയ്യേണ്ടതാകുന്നു. 6 മാസം ഇല്ലെങ്കിൽ ഏകദേശം 1 വർഷമെങ്കിലും ആകുമ്പോൾ നമുക്ക് കിണർ ക്ലീൻ ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം. ശരിക്കും നമ്മുടെ കിണർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരും അതിനെ ഒരു വലിയ കാര്യമാക്കി എടുക്കാറില്ല. ഒരു മോട്ടർ വെച്ചിട്ട് വെള്ളം എല്ലാം അടിച്ച് കളഞ്ഞതിന് ശേഷം ആരെങ്കിലും വന്ന് കിണറ്റിലിറങ്ങുന്നു, അങ്ങനെ ക്ലീൻ ചെയ്ത് കോരി വിടുന്നു എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും ഒരു കിണർ ക്ലീൻ ചെയ്യുമ്പോൾ അനേകം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസത്തെ പത്രം തന്നെ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ അനേകം പേർ കിണറിൽ ചെയ്യുന്ന സമയത്ത് അപകടം മൂലം മരിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ശുദ്ധവായു കിട്ടാത്ത രീതിയിൽ മരണപ്പെടാറുണ്ട്. അങ്ങനെ വേറെ പല രീതികളിലും കിണറിറക്കുമ്പോഴുള്ള അപകടം ഉണ്ടാകാറുണ്ട്. പണ്ട് കാലത്തൊക്കെ നമുക്ക് ഏകദേശം ഒരു 5-6 അടി കുഴിക്കുമ്പോഴൊക്കെ നമുക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ അന്ന് ഈ ഒരു പ്രശ്നമില്ലായിരുന്നു. കറക്റ്റ് ഓക്സിജനും ബാക്കി കാര്യങ്ങളും വെള്ളം വളരെ ശുദ്ധിയുള്ളതായിരുന്നു. പിന്നീട് നമ്മുടെ കേരളത്തിൽ തന്നെ വീടുകളുടെ എണ്ണം കൂടി. ആ സമയത്ത് സെപ്റ്റിക് ടാങ്കിൻ്റെ എണ്ണം കൂടി. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് കിണറും തമ്മിൽ അടുത്തടുത്ത് സാഹചര്യമുണ്ടായി. പിന്നെയുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ കിണറിൻ്റെ ആഴം 10 അടി, പണ്ട് കാലത്ത് 10 അടി കുഴിച്ചിരുന്ന ഭാഗത്ത് നമുക്കിപ്പോൾ ഒരു 40 അടി കുഴിച്ചെങ്കിൽ മാത്രമേ വെള്ളം കാണുള്ളൂ. ഈ ആഴം കൂടുതൽ താഴോട്ട് പോകുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ ശുദ്ധി കുറയുന്നു, വെള്ളത്തിൻ്റെ ക്വാളിറ്റി കുറയുന്നു, അപകടങ്ങളുടെ ഇതും കൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കിണറുമായി ബന്ധപ്പെട്ട് ഒളിഞ്ഞു കിടക്കുന്ന ചില സംഗതികളാണ്. ആദ്യമായിട്ട് എല്ലാ സാധനങ്ങളും കരുതിയതിനു ശേഷം കിണറിൻ്റെ വെള്ളം ഏകദേശം 85-90% മോട്ടോർ ഉപയോഗിച്ചിട്ടോ മറ്റ് എന്തെങ്കിലും സൗകര്യങ്ങൾ ഉപയോഗിച്ചോ വറ്റിക്കുക. അതിനുശേഷം കത്തിച്ച ഒരു മെഴുകുതിരി കിണറിൻ്റെ താഴേക്ക് ഇതുപോലെ തൊട്ടിയിലോ ബാക്കി ബക്കറ്റിലോ വല്ലതും വെച്ചതിന് ശേഷം ഇറക്കുക. വേറൊന്നുമല്ല, ഓക്സിജൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിലേക്കാണ്. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്ന കിണറിൽ ഓക്സിജൻ്റെ അസാന്നിധ്യം മൂലം നമുക്ക് താഴോട്ട് പോകുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ വെളിച്ചം അണയുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് നമ്മൾ കത്തിച്ച മെഴുകുതിരി അണഞ്ഞു പോയി, അതിൻ്റെ അർത്ഥം ഓക്സിജൻ ഇല്ല. അപ്പോൾ ഈ കിണറിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. കാരണം അപ്പോൾ അകത്തുള്ള അശുദ്ധ വായു, അപ്പോൾ കാർബൺ ഡയോക്സൈഡൊക്കെ അകത്ത് കാണും. അപ്പോൾ ഇതിൻ്റെ അശുദ്ധമായിട്ടുള്ള വായു പുറത്ത് കളയുന്നതിലേക്കായി നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ കുട നിവർത്തിയതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ താഴോട്ടിറക്കുക. ഇങ്ങനെ വരുമ്പോൾ അടിയിലുള്ള കിണറിൻ്റെ അടിഭാഗത്തുള്ള അശുദ്ധ വായുകൾ മുകളിലോട്ട് വരികയും ശുദ്ധമായ വായു കിണറിനകത്തോട്ട് കടക്കുകയും ചെയ്യുന്നു. കയറ് കെട്ടി കുട താഴോട്ട് ഇറക്കിയതിന് ശേഷം അതിന് മുകളിലോട്ട് വലിച്ചു കയറ്റുക. വീണ്ടും താഴോട്ട് കുട ഇറക്കിയതിന് ശേഷം വീണ്ടും മുകളിലേക്ക് വലിച്ചു കയറ്റുക. അപ്പോൾ നല്ല രീതിയിലുള്ള വായു സഞ്ചാരം കിണറിനുള്ളിലേക്ക് ഉറപ്പാക്കുവാൻ നമുക്ക് കഴിയും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് കുട കിട്ടാതെ വരും. അപ്പോൾ നമുക്ക് തൊട്ടിയിൽ ഇതുപോലെ വെള്ളം അടിച്ച് കലക്കി മുകളിലേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്തും ഒരു നല്ലൊരു വായു സഞ്ചാരം നമുക്കിതിനകത്ത് ലഭ്യമാക്കുവാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തെങ്കിലും ചിലപ്പോൾ ശുദ്ധവായു അകത്ത് ലഭ്യമാകത്തില്ല. അതായത് ഓക്സിജൻ്റെ അളവ് അകത്ത് കുറവായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കത് ചെക്ക് ചെയ്യുന്നതിലേക്കായി ഒരു ബക്കറ്റിലോ തൊട്ടിയിലോ പാറപ്പൊടിയോ എംസാൻഡോ നിറച്ചതിന് ശേഷം അതൊരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക. അതായത് മെഴുകുതിരി തിരിഞ്ഞും മറിഞ്ഞും തറയിൽ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാറപ്പൊടി നിറക്കുന്നത്. കത്തിച്ച് താഴോട്ട് ഇറക്കുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അകത്ത് ഓക്സിജൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ അതിലേക്കായി ഈ താഴോട്ട് ഇറക്കുന്ന മെഴുകുതിരി അണയത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ സൂചന എന്ന് പറയുന്നത്. കത്തിച്ച മെഴുകുതിരി നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ കയറ് കെട്ടി കിണറിൻ്റെ താഴ്ഭാഗം വരെ ഇറക്കുക. അന്നേരം നമുക്ക് കാണാം, ഇതിൽ നമുക്ക് ചിത്രത്തിലൂടെ കാണാവുന്നതാണ്. ഓക്സിജൻ്റെ സാന്നിധ്യം ഇപ്പോൾ നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ ശുദ്ധവായു അകത്ത് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഈ മെഴുകുതിരി മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കുന്ന സമയത്ത് ഇത് ഓഫാകത്തില്ല, അണയാതെ തന്നെ നിൽക്കുന്നു. ഇതിനർത്ഥം അകത്ത് ശുദ്ധവായു ലഭ്യമായി എന്നാണ്.
നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹോസ് ഉപയോഗിച്ച് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഹോസ് ഉപയോഗിച്ച് ഫോഴ്സായിട്ട് നമ്മുടെ പടികൾ കിണറിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ്. ചെറിയ പായലും ചെറിയ പ്രാണികളും ചെറിയ വേസ്റ്റൊക്കെ ഇതിൻ്റെ സൈഡിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഹോസിന് ശക്തിയായി അടിക്കുന്ന സമയത്ത് വെള്ളത്താൽ കാണുന്നത് പോലെ ഫുൾ നമുക്ക് കഴുകി നമുക്ക് ഇറക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന കിണറല്ലേ, എന്നായിരുന്നാലും ഒരു വർഷം കഴിയുമ്പോൾ നമുക്കത് വേസ്റ്റൊക്കെ സൈഡിൽ കാണും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അല്പം ബ്ലീച്ചിങ് പൗഡറും കൂടി വിതറിയതിന് ശേഷം നല്ല രീതിയിൽ അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിണർ ക്ലീൻ ചെയ്ത് കിട്ടപ്പെടുന്നതാണ്. പണ്ട് കാലത്തൊക്കെ ആയിരുന്ന സമയത്ത് നമുക്ക് തൊട്ടിയിലായിരുന്നു വെള്ളം കോരിക്കൊണ്ടിരുന്നത്. അന്നേരം നമുക്ക് കിണറിലെ വെള്ളത്തിന് നമുക്ക് ചലനം ഉണ്ടാവുകയും നല്ല വെള്ളം കിട്ടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ മോട്ടോർ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് വെള്ളം ഒരു സ്ഥലത്ത് കിടക്കുന്ന വെള്ളമാണ്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു വെള്ളമായിരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു അനക്കം കിണറിൽ തട്ടാൻ നമുക്ക് സഹായിക്കും. ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷം കിണറിൽ ഇറങ്ങുന്ന ആൾ നിർബന്ധമായിട്ടും സേഫ്റ്റി ബെൽറ്റ് ധരിക്കേണ്ടതാണ്. ഇനി സേഫ്റ്റി ബെൽറ്റ് കിട്ടാത്ത സാഹചര്യങ്ങളിൽ കയർ ഉപയോഗിച്ച് വലിഞ്ഞു മുറുകാത്ത രീതിയിൽ കെട്ടേണ്ടതാണ്. അതായത് കിണറിൽ ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിൽ ശരിക്കും താഴോട്ട് ഒരിക്കലും ഇറങ്ങരുത്. മുകളിലേക്ക് വലിച്ച് കയറ്റുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടാതെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ കിണർ ഇറക്കുന്ന സമയത്ത് ഡീസലിൻ്റെയോ പെട്രോളിൻ്റെയോ പമ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആഴം കൂടുതലുള്ള സാഹചര്യത്തിൽ കയർ കെട്ടി പമ്പ് കിണറിനകത്തോട്ട് ഇറക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഈ ചെക്കെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം വീണ്ടും അടിച്ച് കയറ്റുന്ന പമ്പ് ഇറക്കുന്ന സമയത്ത് പമ്പിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും കിണറിനുള്ളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ അറിയാതെ അകത്ത് ആൾ കിടക്കുമ്പോൾ ഇത് അപകടത്തിന് കാരണമാകും. അതുകൂടാതെ തന്നെ ഇലക്ട്രിക്കൽ മോട്ടോർ ഉപയോഗിക്കുന്ന സമയത്ത് ആ വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഷോക്ക് പ്രശ്നമുണ്ടോ എന്ന് വീണ്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. ഇലക്ട്രിക്കൽ മോട്ടോർ ഓൺ ആക്കിക്കൊണ്ട് ഒരിക്കലും താഴോട്ട് കിണറിനുള്ളിലേക്ക് ആളെ ഇറക്കരുത്. നമ്മൾ ഒരുപാട് കാലം ഉപയോഗിക്കാതെ കിടന്ന കിണറാണെങ്കിൽ പാമ്പിൻ്റെ സാന്നിധ്യം കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടി ശ്രദ്ധിക്കുക. 6 മാസത്തിലൊരിക്കൽ ബ്ലീച്ചിങ് പൗഡർ 1000 ലിറ്ററിന് 2.5 മുതൽ 5 ഗ്രാം വരെ വെള്ളത്തിൽ അലിച്ച് ചേർക്കുന്നത് വളരെ നന്നായിരിക്കും. കിണർ ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പ്, ചാമ്പൽ, കരി എന്നിവയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള ചെറിയ ഓരിൻ്റെ അംശമൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമെന്ന് പറയുന്നത് കിണർ ക്ലീൻ ചെയ്തതിന് ശേഷം തൊട്ടിയും മോട്ടറൊക്കെ കെട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കയറാണ് ഉപയോഗിച്ചത്. പക്ഷേ ഈ പ്ലാസ്റ്റിക് കയർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങളായിട്ട് വെള്ളത്തിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ മോട്ടറിലേക്കൂടെ അടിക്കുന്ന സമയത്ത് ടാങ്ക് വഴി നേരെ പൈപ്പ് വഴി നമ്മളിത് ചൂടാക്കി കുടിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് കൂടി ഉരുകി നമ്മുടെ വെള്ളത്തിൻ്റെ കൂടെ നമ്മുടെ ശരീരത്തിനകത്ത് പോകുന്നു. ഇത് വളരെ ഹാനികരമായ ഒരു കാര്യമാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ കിണർ വെട്ടുന്ന സമയത്തും കിണർ ക്ലീൻ ചെയ്യുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കിണർ വെട്ടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട ഒരു വീഡിയോ നമ്മുടെ മുൻ അധ്യായങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ആഴ്ചത്തെ വീഡിയോ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ആഴ്ച ഇതിലും മെച്ചപ്പെട്ട വേറൊരു വിഷയമായിട്ട് നമുക്ക് നേരിട്ട് കാണാം. ടാറ്റ.